ഡോക്ടർ ദിവ്യ എസ് അയ്യർ, നമ്മുടെ വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ഡോക്ടർ ദിവ്യ അയ്യർ. നിങ്ങൾക്കറിയാം, ഗായികയാണ്, നർത്തകിയാണ്, ഒരു ഓൾറൗണ്ടറാണ് ഡോക്ടർ ദിവ്യ അയ്യർ. ദിവ്യ അയ്യർ TT സംവിധാനത്തിലുള്ള ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ ടെക്നോളജി വഴി നമുക്കിപ്പം സ്റ്റുഡിയോയിലേക്ക് വരികയാണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ ദിവ്യ. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ ദിവ്യ, ഇപ്പൊ കാണുന്ന ഒരു കാഴ്ച എന്താന്ന് ചോദിച്ചാൽ, തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ദിവ്യ ഇപ്പോൾ കാക്കനാട്ടുള്ള നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വന്നു കഴിഞ്ഞു. അതൊരു ടെക്നോളജിയാണ്. അപ്പോ ഇങ്ങനെ ഒരു ഗംഭീരായിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് അതെ 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 കാണാൻ സാധിക്കുന്നുണ്ട്. അത്ഭുതം എന്നല്ലാതെ മറ്റൊരു വാക്കില്ല. എനിക്ക് പെട്ടെന്ന് നമ്മുടെ ജീൻ സിനിമയിലെ ഐശ്വര്യ റായ് വരുന്നത് പോലെയൊക്കെ തോന്നുന്നു. ഒരു ഐശ്വര്യ റായ് ആണല്ലോ, തിരുവനന്തപുരത്തെ വിഴിഞ്ഞത്തിന്റെ ഐശ്വര്യമായിട്ട് മാറേണ്ട ആളല്ലോ. അങ്ങനെയല്ല, ഓക്കെ. ഡോക്ടർ ദിവ്യ, കാര്യം പറഞ്ഞതാണ്. എനിക്ക് മനസ്സിലായി. നമുക്ക് അങ്ങനെ തള്ളാൻ പറ്റുമോ അല്ലേ, ഈ കാലമല്ലേ, ആൾക്കാർ കയറി പിടിച്ചോളയും. അപ്പോൾ നമുക്ക് ശരിക്കും വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ, ഡോക്ടർ ദിവ്യയുടെ ഈ കലോത്സവ അനുഭവങ്ങൾ എങ്ങനെയാണ്? കലോത്സവ പരിപാടികളൊക്കെ പങ്കെടുക്കുക. എനിക്കറിയാം, ക്ലാസിക്കൽ ഉൾപ്പെടെ മ്യൂസിക്കിലൊക്കെ പ്രാവീണ്യമുണ്ട് ദിവ്യയ്ക്ക്, അതുപോലെ നൃത്ത ഇനങ്ങളിലൊക്കെ താല്പര്യമുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഐറ്റത്തിൽ കലോത്സവങ്ങളിൽ മത്സരിക്കാൻ പറ്റിയോ? അതെ, നമുക്കിപ്പോൾ കലോത്സവം എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളാണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ശരിക്കും ഒരുവിധം എല്ലാ ഐറ്റംസിലും പണ്ട് ഒരു കൈ നോക്കിയിട്ടുണ്ട് എന്ന് വേണം പറയാം. കാരണം ചെറുപ്പകാലം മുതലേ കലോത്സവ വേദികൾ എന്ന് പറയുന്നത് എന്നും ആനന്ദത്തിൻ്റെ ഒരു വേദിയായിട്ടാണ് എൻ്റെ ഓർമ്മ. ഒരു പക്ഷേ ഇന്നത്തെ അത്രയും അധികം ഒരു മത്സരാധിഷ്ഠിതമായിരുന്നോ കലോത്സവങ്ങളെന്ന് എനിക്കറിയില്ല. നമ്മൾ കൂടുതൽ ആ ഒരു പരിശീലന കാലയളവിലുള്ള അനുഭവങ്ങൾക്കും നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു ത്വരയിലുമാണ് ശരിക്കും കലോത്സവ വേദികൾ പോയിക്കൊണ്ടിരുന്നത്. അതിനോടൊപ്പം എനിക്ക് തോന്നുന്നു സമ്മാനം എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. എങ്കിലും സമ്മാനം ലഭിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ ഓർമ്മകൾ നെയ്തെടുക്കുന്നത് കൂടുതൽ ആ ഒരു പരിശീലന കാലയളവിലുള്ള സമയമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓരോ വർഷം കലോത്സവ വേദിയിൽ പോകുമ്പോഴും ഓരോ പുതിയ ഐറ്റം കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ത്വര. അപ്പോൾ അത് പഠിക്കുക, കൂടുതൽ ആളുകളെ കാണുക, ആ ഒരു ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ഉത്സവ വൈബിൽ കൂടെ ചേരുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു സന്തോഷം. ഡോക്ടർ ദിവ്യ, എനിക്ക് തോന്നുന്നത് വിഴിഞ്ഞത്തിൻ്റെ പ്രോജക്റ്റിൻ്റെ MD ആണിപ്പോൾ. ആ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ തൊട്ട് അടുത്ത് തന്നെ ഇത്തരം ഒരു വലിയ കലാമേള അരങ്ങേറുന്നു. ഇനി അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ഞാൻ തിരുവനന്തപുരം കലാപ്രതിഭകളെ കൊണ്ട് ഇളകി മറിയാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ നമ്മുടെ പഴയിടത്തിൻ്റെ ഭക്ഷണവും എല്ലാം കൂടി കൊണ്ട് ബഹുകേമമാവും കാര്യങ്ങൾ. അപ്പോൾ എന്താ ഡോക്ടർ ദിവ്യയുടെ തീരുമാനം? ഈ കലോത്സവ വേദികളിലൂടെ കറങ്ങി നടക്കുമോ, കാര്യങ്ങൾ കാണുമോ, അതോ വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുമോ? ഇല്ല, ഇപ്പം സാംസ്കാരിക വകുപ്പിൻ്റെ ഡയറക്ടർ എന്നുള്ള ഒരു ചുമതല കൂടി വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കലയുമായി ഔദ്യോഗികമായി ഔപചാരികമായി ഇടപെടാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇക്കുറി. ആ ഒരു സന്തോഷത്തിലും കൂടിയാണ് തിരുവനന്തപുരം നഗരിയിലേക്ക് കലോത്സവത്തിനെ വരവേൽക്കുന്നത്. ഞാൻ സർവീസിൽ കയറുന്ന സമയത്ത്, എനിക്കൊന്ന് 2015-16 ആ ഒരു സമയത്ത് ഞാൻ കോട്ടയത്തെ ട്രെയിനിങ്ങിൽ ആയിരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ഇതിനു മുമ്പ് ഒരു കലോത്സവം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അന്ന് 2 ദിവസം ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കലോത്സവ വേദിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇക്കുറി ഞാൻ തിരുവനന്തപുരത്ത് തന്നെ അന്ന് സാംസ്കാരിക വകുപ്പിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇവിടെ കലോത്സവ വേദിയിൽ തീർച്ചയായിട്ടും പോകും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. നമ്മുടെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ദിവസങ്ങളായതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതും മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അവരത്രയും അധികം അത് ആസ്വദിച്ച് അതിൽ പങ്കെടുക്കണം എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. തിരുവനന്തപുരത്ത് എന്തായാലും ഇത്രയധികം വേദികൾ, നല്ലൊരു കലാസദ്യ ഒരുങ്ങുകയാണ്. അപ്പോൾ ഡോക്ടർ ദിവ്യ ശരിക്കും നല്ല സദ്യ കഴിക്കുന്ന ആളാണോ? അത്ര വലിയ ഭക്ഷണപ്രിയല്ല. അപ്പോൾ എന്തായാലും നമ്മുടെ പഴയിടത്തിൻ്റെ കലവറ വഴിയൊന്നും കയറി ഇറങ്ങണം. നിങ്ങൾക്ക് വേണ്ടിയൊക്കെ നല്ല വെജിറ്റേറിയൻ ഭക്ഷണം അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് പ്രേക്ഷകർക്ക് സദ്യ ആവശ്യമുണ്ട്. അപ്പോൾ ഡോക്ടർ ദിവ്യ പാടും എന്നുള്ളത് കൊണ്ട് ദിവ്യ ഒരു പാട്ടും കൂടെ പാടിക്കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലം ഈ TTSൻ്റെ സാധ്യത ഉപയോഗിച്ചുള്ള ഈ സാങ്കേതിക പരിവർത്തനം അവസാനിപ്പിച്ച് ഞാൻ അടുത്ത പരിപാടിയിലേക്ക് പോകാം. താങ്ക് യു. താങ്കളൊരു ഒരു പാട്ട്, ഇഷ്ടമുള്ളൊരു പാട്ട്. കലോത്സവ വേദികൾ എന്ന് പറയുമ്പോൾ അതിലേക്കുള്ള ഒരു പാട്ടാവാൻ തോന്നുന്നു അല്ലേ? പണ്ട്
എനിക്കൊന്ന് ശാസ്ത്രീയ ഗാനത്തിൽ പാടിയിട്ടുള്ള ഒരു പാട്ടിൻ്റെ ഒരു 2 വരി പാടാം. బ్రహ్మముకటే పరబ్రహ్మముకటే తందనానాహి తందనానా పురే తందనానా ఫళా తందనానా ఫళా తందనానా ఓ ఫళా తందనానా బ్రహ్మముకటే పరబ్రహ్మముకటే 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 కందువగు హీనాధికము నిందులేవో అంతరికి శ్రీహరే అంతరాత్మ హరే అంతరాత్మ శ్రీహరే అంతరాత్మ ఇంతులో జంతు కుల చింతానొకటే అంతరికి శ్రీహరే అంతరాత్మ హరే అంతరాత్మ శ్రీహరే అంతరాత్మ తందనానాహి తందనానా పురే తందనానా ఫళా తందనానా ఫళా తందనానా ఓ ఫళా తందనానా బ్రహ్మముకటే పరబ్రహ్మముకటే 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 పరబ్రహ్మముకటే. ഒന്നും മനസ്സിലായില്ല. അത് ഇഷ്ടപ്പെട്ടു അത്ര മാത്രം നന്നായി. പിന്നെ സംഗീതത്തിന് ഭാഷയില്ലല്ലോ ദിവ്യ. മാത്രമല്ല ഡോക്ടർ ദിവ്യ പാടാൻ തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു ശബ്ദം എടുക്കാൻ തുടങ്ങിയും ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും എന്ന ഗാനം ഇപ്പോൾ ആലപിക്കുമെന്ന് ഞാൻ വിചാരിച്ചേ. പഴയ യൂത്ത് ഫെസ്റ്റിവൽ വേദികളിലൊക്കെ മുഴങ്ങിക്കെട്ട പാട്ടുണ്ട്. എന്തായാലും ഡോക്ടർ ദിവ്യ താങ്ക് യു ഈ TTS വഴി എന്നോടൊപ്പം എൻ്റെ ഫ്ലോറിലെത്തിയതിന്. അപ്പോൾ ഇനിയിപ്പം കലോത്സവത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ സമയമായി. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ താങ്കൾക്ക് അങ്ങോട്ട് നീങ്ങാം. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ മോർണിംഗ് ഷോ. നിങ്ങൾക്കറിയുന്ന പോലെ ഡോക്ടർ ദിവ്യ എസ് അയ്യരായിരുന്നു വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടർ, അതുപോലെ സാംസ്കാരിക വകുപ്പിൻ്റെ ഡയറക്ടർ കൂടിയാണ്. അപ്പോൾ അനന്തകലാപുരിയിൽ ഡോക്ടർ ദിവ്യ നമുക്കൊപ്പം ചേർന്നതാണ്. ഇരുത്തം എന്നൊരു ഗായികയാണ്, അതിനപ്പുറം ഒരു നർത്തകി കൂടിയാണ് ഡോക്ടർ ദിവ്യ എസ് അയ്യർ.